എറണാകുളം കാക്കനാട് അപകടമുണ്ടാക്കിയതിനു ശേഷം നിർത്താതെ പോയി KMRLന്റെ വാഹനം. മെട്രോ നിർമ്മാണത്തിനായി എത്തിച്ച വാഹനമാണ് അപകടമുണ്ടാക്കിയതിനു ശേഷം നിർത്താതെ പോയത്. ഉയരം കൂടിയ വാഹനം സിഗ്നൽ പോസ്റ്റുകളിലേക്കുള്ള ഇലക്ട്രിക് കേബിളിൽ കുരുങ്ങി സിഗ്നൽ പോസ്റ്റുകൾ തകർക്കുകയായിരുന്നു. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ പോസ്റ്റുകൾ അതിൽ ഒന്ന് വീണത്. പ്രദേശത്ത് മണിക്കൂറുകളോളം വൻ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു. നിതിൻ സേവ്യർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. നിതിൻ, അപകടമുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്, പക്ഷേ അതിൽ ഇത്തരത്തിൽ ഉത്തരവാദിത്വമില്ലാതെ നിർത്തുക പോലും ചെയ്യാതെ അത് പോവുക എന്ന് പറയുന്ന ഒട്ടും ശരിയായ നടപടിയല്ല. അത് KMRL പോലെ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ട ഒരു ഏജൻസിയുടെ ഭാഗത്തു നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്. ഇത് എപ്പോൾ സംഭവിച്ച അപകടമാണ്? ഏതെങ്കിലും വ്യക്തികൾക്ക് എന്തെങ്കിലും അപകടമോ പരിക്കോ മറ്റോ സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് ഉണ്ടായത്? KMRLനെതിരെ ഇന്ന് ഉയർന്നു വരുന്ന രണ്ടാമത്തെ പരാതിയാണ്. രാവിലെ തൃക്കാക്കരയിലെ ആശുപത്രിയിലെ മലിനജലവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പരാതി ഉയർന്നു വരികയും പിന്നീട് ആ വെള്ളം പമ്പ് ചെയ്ത് കളയാൻ ശ്രമിച്ച 2 KMRL ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് അല്പസമയം മുൻപ് KMRLന്റെ വാഹനം എറണാകുളം കളക്ടറേറ്റ് ജംഗ്ഷനിൽ സിഗ്നൽ ജംഗ്ഷനിൽ ഒരു അപകടമുണ്ടാക്കി നിർത്താതെ പോയിരിക്കുന്നത്. KMRLന്റെ മെട്രോ നിർമ്മാണ ആവശ്യങ്ങൾക്കായി എത്തിച്ചിരുന്ന ഉയരം കൂടിയ വാഹനമാണ്, വലിയ വലിപ്പമുള്ളൊരു വാഹനമാണ്. ഈ വാഹനമാണ് ഇത്തരത്തിൽ അപകടമുണ്ടാക്കിയത്. ഈ സിഗ്നൽ കേബിളുകൾ കുഴുങ്ങി ഈ വാഹനത്തിൽ കുഴുങ്ങിയപ്പോൾ ഈ വാഹനം നിർത്താൻ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ മുന്നോട്ടെടുത്തപ്പോൾ ഈ കേബിളുകൾ വലിഞ്ഞ് പിന്നീട് പോസ്റ്റുകൾ മറിഞ്ഞു വീഴുന്ന ഒരു തരത്തിലേക്ക് പോവുകയായിരുന്നു. വലിയ തോതിലുള്ള അപകടമാണ് ഒഴിവായത്. പ്രത്യേകിച്ച് ഈ സിഗ്നൽ വീണ് കിടന്ന സമയമായതുകൊണ്ട് തന്നെ അധികം വാഹനങ്ങൾ അതുവഴി പാസ് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് വലിയ അപകടത്തിലേക്ക് പോകാതെ. പക്ഷേ അവിടെ നിർത്തിയിട്ടിരുന്ന മാരുതി വാഹനത്തിന്റെ മുകളിലേക്കൊക്കെയാണ് ഈ പോസ്റ്റ് വീഴുന്നത്. ഏതായാലും ഈ വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയണം. പ്രത്യേകിച്ച് 2 വലിയ പോസ്റ്റുകളാണ് അങ്ങോട്ടേക്ക് മറിഞ്ഞു വീണിട്ടുള്ളത്. ഈ റോഡിലേക്ക് അടക്കം മറിഞ്ഞു വീണിട്ടുള്ളത്. അവിടെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് പിന്നീട് മണിക്കൂറുകളോളം ഉണ്ടായിട്ടുണ്ട്. 8:30 മുതൽ ഏകദേശം 9:30 വരെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് അവിടെ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഉടൻ തന്നെ അവിടെ എത്തി ഈ കളക്ടറേറ്റ് ജംഗ്ഷനിലെയും സമീപ പ്രദേശങ്ങളിലും ഒക്കെ വൈദ്യുതി ബന്ധം ഉടൻ തന്നെ വിച്ഛേദിച്ച് വലിയ തോതിലുള്ള അപകട സാധ്യത ഒഴിവാക്കിയിട്ടുണ്ട്. കേബിളുകളൊക്കെ തന്നെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. നിലവിൽ ആ പോസ്റ്റുകൾ അവിടെ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സീപോർട്ട് എയർപോർട്ട് റോഡാണ്. ഇവിടെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ഈ കൊച്ചി മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വാഹനങ്ങളുടെയും ഉപകരണങ്ങളെയും അലക്ഷ്യമായ നീക്കം അത് തുടർച്ചയായ അപകട ഭീഷണിയാണ്. തുടർച്ചയായ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു. ഈ മെട്രോ നിർമ്മാണത്തിന് അല്ലെങ്കിൽ മെട്രോ നിർമ്മാണത്തിനായി കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ അത് കഴിഞ്ഞ കുറേ നാളുകളായി തുടർച്ചയായ ആളുകളുടെ വലിയ പരാതി ഉയർന്നു വരുന്നൊരു ഒരു പ്രശ്നമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും പുതിയൊരു പരാതി കൂടി വന്നിരിക്കുന്നത്. അതിൽ ദൃക്സാക്ഷികളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം അല്പസമയം മുൻപ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ ഡ്രൈവറോട് വാഹനം നിർത്താൻ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും ഇയാൾ ഈ വാഹനം നിർത്താതെ മുന്നോട്ട് പോയതാണ് ഈ അപകടത്തിന് വഴിവെച്ചത് എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഏതായാലും നിലവിൽ വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഹനം ഓടിച്ച ഡ്രൈവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, നിതിൻ സേവ്യറാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.